രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധയാകെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ വിഷയത്തിലേക്ക് മാത്രം തിരിഞ്ഞത് തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് UDF. സ്വർണ്ണക്കൊള്ള ഉയർത്തി മാങ്കൂട്ടത്തിൽ വിവാദം ഉണ്ടാക്കിയ ക്ഷതം കുറയ്ക്കാനായി ആഞ്ഞു പിടിച്ച ശ്രമത്തിലാണ് UDF. ആദ്യം മുതലേ മാങ്കൂട്ടത്തിൽ വിവാദം കാര്യമായി ഏറ്റുപിടിക്കാത്ത CPIM ഇതിനിടെ മറ്റൊരു വിഷയം ചൂടുപിടിപ്പിച്ച് UDF വോട്ട് ബാങ്ക് കൂടി ലക്ഷ്യമിടുകയാണ്. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയാക്കുകയാണ് ഭരണകക്ഷി. ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ കോൺഗ്രസിനെതിരെ നേരത്തെ തന്നെ CPIM വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്ന് പിണറായി വിജയൻ നേരിട്ടിറങ്ങി ആ വിമർശനത്തിന് മൂർച്ച കൂട്ടി. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രവും വർത്തമാനവും പറഞ്ഞത് മുഖ്യമന്ത്രി അവരുമായുള്ള UDF സഹകരണത്തിനെതിരെ ആഞ്ഞടിച്ചു. തന്റെ മുഖാമുഖം പരിപാടിയുടെ ഒന്നാം ദിവസം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച പ്രധാന ചർച്ചാ വിഷയവും അതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ സർവ്വ സംഘടനാ ശക്തിയും എടുത്ത് ആക്രമിക്കാൻ ഉറച്ചാണോ CPIM? ഈ നീക്കത്തോടുള്ള UDF പ്രതിരോധം എന്താകും? ആദ്യം RDX. തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് തന്നെയായിരിക്കും ഇടതുമുന്നണി ഉയർത്തിക്കാണിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയമെന്ന് ഉറപ്പായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മുഖാമുഖത്തിന്റെ ആദ്യ പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ എഴുതി തയ്യാറാക്കിയ നീണ്ട കുറിപ്പുമായാണ് മുഖ്യമന്ത്രി എത്തിയത്. ഹിന്ദുത്വവാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒരേ തൂവൽ പക്ഷികളാണെന്ന് ചൂണ്ടിക്കാണിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ പിണറായി രൂക്ഷമായി വിമർശിച്ചു. ഹിന്ദുത്വയ്ക്ക് ഹിന്ദു വിശ്വാസവുമായി ബന്ധമില്ലാത്തതുപോലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിന് വിശ്വാസികളുടെ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി അഹമ്മദിയ മുസ്ലിങ്ങളെ വേട്ടയാടിയതും ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി നടത്തിയതും കശ്മീരിൽ RSSുമായി സഖ്യമുണ്ടാക്കിയതുമടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞു. ഭൂരിപക്ഷം മുസ്ലിം സംഘടനകളും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടുന്നതിൽ കോൺഗ്രസിൽ പോലും അമർഷമുണ്ടെന്നും പിണറായി. ഇന്ന് മാധ്യമങ്ങളെ കണ്ട MV ഗോവിന്ദനും ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം ചൂണ്ടിക്കാണിച്ച് വിമർശനമുയർത്തിയതോടെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് CPIM വിഷയം ഉന്നയിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. 4 വോട്ടിനായി ജമാഅത്തെ ഇസ്ലാമിയുമായി UDF അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നെന്നാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിക്ക് UDF രാഷ്ട്രീയ ദൃശ്യത നൽകുന്നു. കോൺഗ്രസ് സഖ്യത്തിന് തയ്യാറായപ്പോൾ ലീഗ് അതിന് കുടപിടിച്ചെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ 4 വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും ഒരേ തൂവൽ പക്ഷികളാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ കത്തിച്ച് പരസ്പര സഹകരണത്തിൻ്റെ സാധ്യതകൾ തേടിയവരാണ് രണ്ടു കൂട്ടരും. മതരാഷ്ട്രവാദത്തിലൂന്നിയ പ്രസ്ഥാനങ്ങളാണ് ഇവ രണ്ടും. ഇസ്ലാമിക ലോക സിദ്ധാന്തമുള്ള ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം സമൂഹം അവരെ അംഗീകരിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. വർഗീയതയ്ക്കെതിരായ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. RSS ഹിന്ദുത്വ അജണ്ടയാണ് മുന്നോട്ടേക്ക് വെക്കുന്നതെങ്കിൽ ഇസ്ലാമിക ലോകം എന്ന മൗദൂദിൻ്റെ സിദ്ധാന്തത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകക്ഷിയായിട്ട് മാറിയിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആശയ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനം UDF പ്രത്യേകിച്ച് ലീഗും കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം സമുദായമൊന്നും യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നവരല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയം തുറന്നു കാണിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ് LDF. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചർച്ചയാക്കി മുസ്ലിം വോട്ടുകൾ സ്വാധീനിക്കാനും നീക്കമുണ്ട്. സമസ്തയും മുജാഹിദ് വിഭാഗവും സഖ്യത്തിന് എതിരായ സാഹചര്യം ഉപയോഗപ്പെടുത്താനും CPIM ഉദ്ദേശിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിഷയം ഉപയോഗപ്പെടുത്താനായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യും എന്നാണ് LDFന്റെ പ്രതീക്ഷ. UDF കൂട്ടുകെട്ടിന് പിന്നാലെ സർക്കാരിനെയും CPIMനെയും ലക്ഷ്യമിട്ട് ജമാഅത്തെ ഇസ്ലാമി നീക്കം. മാധ്യമവും മീഡിയ വണ്ണും സർക്കാർ വിരുദ്ധ CPIM വിരുദ്ധ വാർത്തകൾ സജീവമാക്കി നിലനിർത്തുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെട്ടത് 2011 ഏപ്രിൽ 18-നാണ്. ആദ്യമായി UDFനോട് അടുത്തത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFനാണ് പിന്തുണ. പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി UDFനെ പിന്തുണച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF വെൽഫെയർ പാർട്ടി സഹകരണം വലിയ ചർച്ചയായി. സമസ്തയും മുജാഹിദ് സംഘടനകളും വിയോജിച്ചു. മതസംഘടനകളെ കൂട്ടുപിടിക്കുന്നു എന്ന് CPIM ആരോപിച്ചു.
ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല എന്ന് വി ഡി സതീശൻ ന്യായീകരിച്ചു. വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ട അസോസിയേറ്റ് അംഗത്വത്തിൽ ഇനിയും പ്രഖ്യാപനമുണ്ടായിട്ടില്ല. ഇരുവിഭാഗം സമസ്തകളിലെയും നേതാക്കൾ UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിന് എതിരെ രംഗത്തെത്തി. EK വിഭാഗം നേതാക്കൾ ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും കടുത്ത വിമർശനം ഉന്നയിച്ചു. സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ജമാഅത്തെ ഇസ്ലാമി ബന്ധമാണെന്നും ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ സുന്നികൾ ഒരുമിച്ചെതിർക്കുമെന്ന് സമസ്ത കാന്തപുരം വിഭാഗം പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായുള്ള ധാരണ നീതീകരിക്കാനാകാത്തതാണ് എന്ന് മുജാഹിദ് വിഭാഗവും പറയുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി സഹകരണത്തിൽ തെറ്റില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ ലീഗിനെ വിമർശിച്ചതിനെ ചൊല്ലി സമസ്തയിലും വിയോജിപ്പുകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പ്രതിരോധം എന്ന പേരിൽ ചിലർ മാർക്സിസ്റ്റ് പ്രീണനം നടത്തുന്നു എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആരോപണം. ദിനേഷ്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ബന്ധം എന്നത് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതയായി തന്നെ CPIM പ്രത്യേകിച്ച് ഒപ്പം ഇടതുമുന്നണി പൊതുവിൽ തന്നെയും കരുതിയിട്ടുണ്ടാവണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിന് വേണ്ട ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ട് എന്ന കാര്യം വാസ്തവമല്ലേ? നിശ്ചയമായിട്ടും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു പ്രചാരണ വിഷയം എന്ന നിലക്കാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ കാര്യം എടുത്ത് അവതരിപ്പിച്ചത് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്വർണ്ണക്കൊള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം CPIM ആദ്യഘട്ടത്തിൽ കരുതിയതിനേക്കാൾ കൂടുതൽ സജീവമായിട്ട് ഗ്രൗണ്ടിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രതിപക്ഷം, പ്രത്യേകിച്ചും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വന്നപ്പോൾ പ്രതിപക്ഷം അതിശക്തമായിട്ട് ഇത് വീടാന്തരം കയറി പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ സംഭവത്തിൻ്റെ മെറിറ്റിനേക്കാൾ വലുപ്പത്തിലാണ്, സ്വാഭാവികമാണ് തെരഞ്ഞെടുപ്പ് കാലത്തത്, അതിനെ സാധാരണ മെറിറ്റിനേക്കാൾ കൂടുതൽ വലുപ്പത്തിലാണ് അത് അവതരിപ്പിക്കുന്നത് എന്ന കാര്യവുമുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ കാര്യമില്ല, ശബരിമലയിലെ വിഷയം മുൻപുണ്ടായതുപോലെയല്ല ഉണ്ടാവുക എന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ ഉള്ള ആളുകൾക്ക് പോലും ഈ പ്രചാരണത്തിൻ്റെ വലുപ്പം കൊണ്ട് ഇതൊരു പക്ഷേ ആളുകളെ കൂടുതൽ സ്വാധീനിച്ചേക്കാം എന്നൊരു ചിന്തയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അത് വല്ലാത്ത തോതിൽ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഉന്നയിക്കാനാവുകയില്ല എന്ന തോന്നൽ, എന്ന ശരിയായ ധാരണ CPIM നേതൃത്വത്തിനുണ്ട് എന്ന് വേണം ഈ കാര്യങ്ങളെ കണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഒന്ന്, പഴയ കാലമല്ല, ഇത്തരം വ്യക്തികളുടെ ഇത്തരം ലൈംഗിക കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഇത് വലിയ ബ്രഹ്മാണ്ഡ സമാനമായിട്ടുള്ളൊരു കാര്യമാണ്, സാധാരണത്തിൽ ഉണ്ടാകുന്നതല്ല. പക്ഷേ എങ്കിലും ഇത്തരം കാര്യങ്ങൾ വെച്ച് വ്യക്തികളുടെ പ്രശ്നങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടി ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗുണമല്ല ഈ കാലത്ത് ചെയ്യുന്നത് എന്ന ഒരു തോന്നൽ, രാഷ്ട്രീയ വിഷയം എന്ന നിലയ്ക്ക് ഒരു തോന്നലുണ്ട്. പിന്നെ ജനം അതിനെ കാണുന്നത് ഒരു വ്യക്തിയുടെ കുഴപ്പമായിട്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നതാണ്. ജനം അതിനെ കാണുന്നത് ഒരു വ്യക്തിയുടെ കുഴപ്പം എന്ന നിലക്കാണ്, അങ്ങനെയാണ് വിലയിരുത്തുന്നത്. അല്ലാതെ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആകെ പ്രശ്നമാണ് ഇയാളിൽ എന്ന് ഇല്ല. അങ്ങനെ പിന്നീട് പ്രചരിപ്പിച്ച് അങ്ങനെ സ്ഥാപിക്കണം. പിന്നെ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഷാഫിയൊക്കെ ഈ ഭാവിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കണ്ട് മുന്നോട്ട് വെച്ച ആൾ, ഇവർ മുൻകാലത്ത് ഇത്തരം കാര്യങ്ങളെ വിലയിരുത്താൻ പാകതയുള്ള നേതാക്കളായിരുന്നില്ലേ, ഇയാളെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ലേ. പിന്നീട് ഈ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരുതരം റീല് വഴി ഒരു ഗുണ്ടാ പരിപാടി നടത്തുന്നു, മോശം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയുമാക്കിയോ എന്നതൊക്കെ പിന്നീട് പ്രചാരണത്തിലൂടെ വരേണ്ടതാണ്. അത് മേൽത്തട്ടിലെ പ്രചാരണത്തിലൂടെ ആയിരിക്കില്ല ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രതിഫലിക്കുക. താഴെത്തട്ടിലൂടെ 1-to-1 ആളുകളോട് സംസാരിക്കുന്നതായിരിക്കും. ഇത് മൈക്ക് കെട്ടി വല്ലാത്ത തോതിൽ പ്രസംഗിക്കാൻ CPIM പോകുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു പക്ഷേ ആ നിലയ്ക്ക് ഗുണം ചെയ്യില്ല എന്നൊരു തോന്നലുണ്ടാകും. അല്ലാതെ തന്നെയും ഈ വിഷയത്തിൽ വല്ലാതെ പിടിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ട് എന്ന തോന്നൽ. അദ്ദേഹം ഇതിനെപ്പറ്റി അധികം ചോദ്യം വേണ്ട, നമുക്കിതിൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നു മനസ്സിലാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും അല്ലാത്തൊരു വിഷയം, സ്വർണ്ണ കടത്ത് സംഭവത്തെ താഴേക്ക് കൊണ്ടുപോകണം, എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം എടുത്ത് വെക്കാനും പറ്റില്ല എന്ന് വെച്ചാൽ പിന്നെ പറ്റുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള വിഷയമാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമ്മൾ പലതവണ ഇവിടെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഈ വിമർശനം കൊണ്ട് ലെഫ്റ്റിനുണ്ടാകാൻ പോകുന്ന 2 തരത്തിലുള്ള നേട്ടമായിരിക്കും എന്നൊരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ വിചാരിക്കുന്നു. അത് CPIMൻ്റെയോ കോൺഗ്രസിൻ്റെയോ രാഷ്ട്രീയമായിട്ടുള്ള ആലോചനകൾ ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷേ 2 തരത്തിലുള്ള നേട്ടം. ഒന്നാമത്തെ നേട്ടം എന്ന് വെച്ചാൽ ഒരു ഹിന്ദുത്വ പാർട്ടിയായിട്ടുള്ള BJPയോ RSSും മുൻകാലത്തില്ലാത്ത വിധം കേരള സമൂഹത്തിനകത്ത് പ്രചണ്ഡമായിട്ടുള്ള ഇസ്ലാം വിരോധം അടിച്ചേൽപ്പിക്കാൻ പലപാട് ശ്രമിക്കുന്നുണ്ട്. അത് ഈ നാട്ടിലെ യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച്, സത്യത്തിൽ മേൽത്തട്ടിൽ കാണാത്ത വിധം യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ചിട്ട് അതിനിരന്തരമായിട്ട് ഈ ഇസ്ലാം വിരോധം ഇങ്ങനെ, ഇസ്ലാമോഫോബിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ RSSും BJP അടങ്ങുന്ന ഈ ഹിന്ദുത്വ പാർട്ടിയാണ്. അവർക്ക് അതുവഴി നേട്ടം ഉണ്ടാക്കാനാകും എന്നാണ് വിചാരിക്കുന്നത്. കേരളത്തിൽ അത് ആ മട്ടിൽ വിലപ്പോവുകയില്ല എന്ന് നമ്മൾ ഈ തട്ടം വിഭാഗത്തിലൊക്കെ കണ്ടതാണ്. ഇസ്ലാമോഫോബിയ അങ്ങനെ വിജയിക്കുന്നൊരു നാടല്ല കേരളം. പക്ഷേ എന്നാലും ഈ ഒരു മധ്യവയസ്സ് കടന്നിട്ടുള്ള ഒരു പ്രത്യേകതരം ജനക്കൂട്ടത്തിനകത്ത് ഈ യൂട്യൂബ് ചാനലുകൾ മാത്രം കാണുകയും ഈ അനാലിസിസ് സംഗതികളൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ മാത്രം പോകുന്ന ഈ പ്രചാരണത്തിൽ വന്നിരിക്കുന്ന കുറേ ആളുകളെ ഈ ഇസ്ലാം വിരോധം സ്വാധീനിച്ചിട്ടുണ്ടാകും. അവർ പൊതുവിൽ തന്നെയും ഇസ്ലാം വിരോധപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചേക്കാൻ ഇടയുള്ള കുറേ ആളുകൾ എല്ലാ പാർട്ടിയിലുമായിട്ടുണ്ടാകും.
അത് ജമാഅത്തെ ഇസ്ലാമി വിമർശനം കൊണ്ട് ആ വോട്ട് ഇങ്ങോട്ടേക്ക് കൂടെ സമാഹരിക്കാൻ ലെഫ്റ്റിന് സാധിക്കും. ലെഫ്റ്റ് CPIM മുഖ്യമന്ത്രിയും MP ഗോവിന്ദൻ മാസ്റ്ററും ഇത് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഫലം ആ നിലക്കാണ് ഒരു ഫലം ഉണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ ഫലം അദ്ദേഹം തന്നെയും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വിശദമായി പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം നിൽക്കുന്ന സുന്നി മുജാഹിദ് ഗ്രൂപ്പുകൾക്കകത്ത് ഇരു സുന്നികൾ സംഘടനകളും മറ്റ് മുജാഹിദ് ഗ്രൂപ്പുകൾക്കകത്തൊക്കെയുള്ള ആളുകളുടെ എതിരാളികളാണ്. എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ശത്രുത മാത്രമേ അവർക്ക് ആത്യന്തികമായിട്ടുള്ളിലുള്ളൂ. അത് UDF നിൽക്കുന്ന ആളുകളെ തന്നെയും ഈ പ്രശ്നത്തിലേക്ക് പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആ നിലക്ക് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്നു എന്ന കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു സർവ്വസമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഇപ്പുറത്തുള്ളതെങ്കിൽ LDF വോട്ട് ചെയ്യാൻ പോലും ഈ പറയുന്ന തരം ആളുകൾ തയ്യാറായി കൂടായികയില്ല എന്നൊരു തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് ആ നിലക്ക് വല്ലാത്ത തോതിലുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമി വിമർശനത്തിലേക്ക് ഇനിയും LDFും CPM പോകും എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമി വിമർശം ഈ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതിശക്തമായിട്ട് കൊണ്ടുവരണമെന്ന ആഗ്രഹം CPMനുണ്ട് എന്നതിൻ്റെ കാര്യമായിട്ട് ഞാനിതിനെ കാണുന്നു. ഒറ്റ കാര്യം കൂടി പറയാം, ഇതിനുള്ള നല്ല വഴി സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെയും വിട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ CPM വിമർശിക്കുന്നതിനെ കോൺഗ്രസോ BJPയോ CPMകാരോ ഒന്നും തെറ്റായി കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കാവുന്നതിനേക്കാൾ കൂടുതൽ വലുപ്പത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ CPMമാരെ വിമർശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്വരാജിനെ വിമർശിക്കുന്നു, KK ശൈലജ എന്ന വലിയ ബഹുമാന്യമായിട്ടുള്ള ആളെ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ എതിർപക്ഷത്തുള്ള ഹിന്ദുത്വക്കാരായിട്ട് ചിത്രീകരിക്കുന്നു, സ്വരാജിനെ ചിത്രീകരിക്കുന്നു. ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച പ്രതിയെ സംരക്ഷിക്കുന്ന ആളെന്ന് പോലും KK ശൈലജയെ ആക്ഷേപിക്കുന്നു. പിന്നീട് ഇപ്പോഴാണെങ്കിൽ ജോൺ ബ്രിട്ടാസിനെയും എതിർക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അവരവരുടെ വലുപ്പത്തിനനുസരിച്ച് എങ്ങനെയെങ്കിലും വെൽഫെയർ പാർട്ടി ഏത് നിലക്കെങ്കിലും വലിയ സൈലൻ്റായിട്ട് കുഴപ്പമില്ലാതെ ഈ UDF മുന്നണിക്കകത്തേക്ക് ഒരു അസോസിയേറ്റഡ് കക്ഷിയായിട്ടെങ്കിലും വരണം എന്ന് ആ വെൽഫെയർ പാർട്ടിക്കാർ വിചാരിക്കുമ്പോൾ അതിന് തുരപ്പുണ്ടാക്കുന്ന പരിപാടി ഇപ്പുറത്ത് വളരെ പ്രചണ്ഡമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നത നേതൃത്വത്തിലെ ആളുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്ക് യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. UDFനകത്ത് ഇപ്പോൾ ഇതിങ്ങനെ പ്രചണ്ഡമായിട്ട് അടിച്ചുകൊണ്ടേ ഇരുന്നാൽ ഈ മുഖ്യമന്ത്രി തന്നെയും വന്ന് വാർത്താ സമ്മേളനം നടന്നു. ഇതിങ്ങനെ വല്ലാത്ത തോതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഭയങ്കര ഡീമണൈസ് ചെയ്തിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ ആസുരവൽക്കരിച്ചിട്ട് ഇവരുടെ കൂടെ ചേരുകയാണ് എന്നിവരുടെ പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണ ശേഷി മുഴുവൻ വെച്ച് പറഞ്ഞാൽ ഏതെങ്കിലും നിലക്ക് ആരെങ്കിലുമൊക്കെ വന്ന് തിരിച്ചു മറിച്ചൊക്കെ പറയുകയും അതൊരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആയി മാറുകയും അത് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. സൈലൻ്റായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കടന്നിട്ട് അതിനകത്തേക്ക് കയറാൻ അതും സമ്മതിക്കില്ലായിരുന്നു CPM എന്ന് മനസ്സിലാക്കാൻ. ആ തരത്തിൽ ചർച്ചകൾ അപ്പോഴും വന്നേനെ. പക്ഷേ അതിനുള്ള ശ്രമം നടത്തുന്ന വെൽഫെയർ പാർട്ടി അതിനകത്തൂടെ സൈഡിൽ കൂടെ അങ്ങ് പോകാൻ നോക്കുമ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് ശൈലജയ്ക്കെതിരെ പറയുന്നു, സ്വരാജിനെതിരെ പറയുന്നു, ബ്രിട്ടാസിനെതിരെ പറയുന്നു, CPMകാരെ ആകെ വെറുപ്പിക്കുന്നു. CPMകാർ എന്ത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞാലും അത് കൂടുതലല്ല എന്ന തോന്നൽ പൊതുസമൂഹത്തിനാകെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള രണ്ട് ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രിയും CPM നേതൃത്വവും പോവുക. തീർച്ചയായും. അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് താഴെത്തട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പല വിഷയങ്ങളിലൊന്നു തന്നെയാണ്. അല്ലാതെ അതാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ഭാഗത്ത് ഇപ്പുറത്ത് ഇടതുമുന്നണി അല്ലെങ്കിൽ CPIM ഈ വിഷയത്തിൽ അവർ വല്ലാതെ ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പോലും ഇന്നത്തെ ദിവസം മാത്രമാണ് ഒരു പരാമർശം നടത്തുന്നത്. പക്ഷേ താഴെത്തട്ടിൽ വലിയ പ്രചാരണ വിഷയമായി അത് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതേസമയം അപ്പുറത്ത് എന്താണ് നടക്കുന്നത്? ഇപ്പോൾ ചാനലുകളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും ചർച്ചാ വിഷയം. പക്ഷേ താഴെത്തട്ടിൽ ഇപ്പം ഞാൻ പല സ്ഥാനാർത്ഥികളുമായും പ്രവർത്തകരുമായും ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, താഴെത്തട്ടിൽ മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നതും വീടുകൾ കയറി പറയുന്നതും ശബരിമല പ്രശ്നമാണ്. ശബരിമല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ ശബരിമല വിവാദ കാലത്ത് അത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വലിയ കാര്യമായി പ്രതിഫലിച്ചിട്ടൊന്നുമില്ല. ചില സീറ്റുകളിലൊക്കെ അത് ബാധിച്ചിട്ടുണ്ടാവാം. എങ്കിലും അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്താണ് അത് ബാധിച്ചു എന്ന് പറയപ്പെടുന്നത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് മത്സരിച്ചതടക്കമുള്ള പല കാരണങ്ങളും, അത് മാത്രമല്ല ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, ഇതങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇടതുമുന്നണി പരാജയപ്പെടുന്നതെങ്കിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വേറൊരു തരത്തിലാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള എന്നതിനെ അതൊരു സാധ്യതയായി കണക്കാക്കി അതായത് കഴിഞ്ഞ മുമ്പത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ശബരിമലയുടെ ആനുകൂല്യത്തിൽ ലഭിച്ച വിജയമെന്ന് വിലയിരുത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും ഇതിനെ പ്രധാന പ്രചാരണ വിഷയമാക്കി താഴെ പറയുന്നുണ്ട്. അത് ലീഗ് പ്രവർത്തകർ, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണുന്നത് ചില ലീഗ് പ്രവർത്തകർ ആവർത്തിച്ച ആവേശത്തോടെ ശബരിമല വിഷയമാണ് അവരും ഈ വോട്ടർമാരുടെ അടുത്ത് ഉന്നയിക്കുന്നത് എന്നുള്ള കൗതുകമുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾക്കപ്പുറത്തൊരു പ്രശ്നം എന്ന നിലയ്ക്ക് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രശ്നത്തെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഈ കാര്യത്തിൽ വ്യക്തതയോടെ ചില
കാര്യങ്ങൾ പറയണമെന്നും മറുപടി കൊടുക്കണമെന്നും മുഖ്യമന്ത്രി തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ എഴുതി തയ്യാറാക്കിയ മറുപടിയുമായാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വന്നത്. ആ കാര്യങ്ങളിൽ വ്യക്തതക്കുറവില്ലാതെ വിശദീകരിക്കുകയും ചെയ്തു. ഓരോ ആരോപണങ്ങൾ, ഇപ്പോൾ ഒന്നാമത് അവരുടെ ഐഡിയോളജിയെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജിയെക്കുറിച്ചാണ് ഈ മറ്റ് മുസ്ലിം സംഘടനകൾക്കെല്ലാം എതിർപ്പ്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നമ്മളിപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ മറ്റ് മുസ്ലിം സംഘടനകളാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. പക്ഷേ അവരുടെ പ്രചാരണ ശേഷി ഈ മട്ടിലാണ്. ആളുകളെ കൂടുതൽ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുചെല്ലുന്ന തരത്തിലുള്ള പ്രചാരണ പരിപാടികൾക്ക് അവർക്ക് കഴിയുമെന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ അവരുടെ ഐഡിയോളജിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് ഈ അബുൽ അല മൗദൂദി പറഞ്ഞതുപോലെ ഇസ്ലാമിക ലോകം ആണ് ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്, അത് തന്നെയാണ് ഐഡിയോളജി ജമാഅത്തെ ഇസ്ലാമിയുടെയും എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൽ വസ്തുതാപരമായി ഏത് പരിശോധനയും ചെന്ന് നിൽക്കുക സത്യമാണ് എന്നതിലാണ്. അതിനെ ഒരു ഘട്ടത്തിലും തള്ളി പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്. ഇനി കേരളത്തിൽ ഇതിന് സ്വീകാര്യതയില്ല എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം. സുന്നി, ഷിയ അല്ലെങ്കിൽ മുജാഹിദ് വിഭാഗങ്ങളിലൊന്നും, ഇവിടെയുള്ള മറ്റൊരു വിഭാഗങ്ങൾ, ഷിയാധികയില്ല, കുറവാണ്, പക്ഷേ മറ്റു വിഭാഗങ്ങളിലൊന്നും ഇവർക്ക് സ്വീകാര്യതയില്ല എന്ന് പറയുമ്പോൾ വളരെ പരിമിതമാണ് സ്വീകാര്യത എന്നതും എല്ലാ കാലത്തും അവരുടെ ശത്രുപക്ഷത്താണ് ജമാഅത്തെ ഇസ്ലാമി ഉള്ളത് എന്നും വിശ്വാസപരമായ കാരണങ്ങളും ആചാരപരമായ കാരണങ്ങളും കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ എല്ലാ കാലത്തും, അതായത് ആദ്യഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് മറ്റുള്ള മുസ്ലിം വിഭാഗങ്ങളെ രണ്ടാം തരമായി കണക്കാക്കിയിരുന്നതും ഇവിടെ വളരെ അപൂർവമുള്ള അഹമ്മദിയാക്കളെ എങ്ങനെയാണ് ഇവർ ഇന്ത്യക്ക് പുറത്ത് കൈകാര്യം ചെയ്തത് എന്നതുമൊക്കെ വസ്തുതയായി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതാണ് വസ്തുതാപരമായി ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ കുഴപ്പങ്ങളെല്ലാം ആരോപിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞത്, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, BJPയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നെക്സസ് ഉണ്ടല്ലോ, അവരുമായി പരസ്പരം ചർച്ച നടത്തിയതാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ആണ് എന്നതേ പറയാൻ പറ്റൂ. കാരണം CPIMന് അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. കാരണം എന്താണ്, മുഹമ്മദ് യൂസുഫ് തരിഗാമിക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൻ്റെ സഹകരണത്തോടെ അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയാണ് BJP പിന്തുണയോടെ അവിടെ മത്സരിക്കുന്നത്, മുഹമ്മദ് യൂസുഫ് തരിഗാമിയോട് പരാജയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയും അത് വേറെ ജമാഅത്തെ ഇസ്ലാമി, ഞങ്ങളുടെ വേറെ ജമാഅത്തെ ഇസ്ലാമി. അതെന്താ അങ്ങനെ? ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരു ബ്രാഞ്ച് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിൽ കൊണ്ടിടാമല്ലോ. അവിടെ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരായിട്ട് തന്നെ ഇനി കാലങ്ങളോളം പ്രവർത്തിച്ചോട്ടെ തീരുമാനിക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, അടിസ്ഥാനപരമായി ഈ ഐഡിയോളജി ഇൻ്റർനാഷണലാണ്. എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര സ്വഭാവത്തിൽ തന്നെ ഈ ഇസ്ലാമിസ്റ്റ് സമീപനമാണ് ഈ സംഘടനയ്ക്കുള്ളത്. അതെല്ലാം ബ്രദർഹുഡുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അത് തന്നെയാണ് ഈ ഐഡിയോളജി. അതുകൊണ്ടാണ് അവിടെ വേണ്ട എന്നിവർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ജമ്മു കാശ്മീരിൽ ഒരു ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ ഒരു ശാഖ തുടങ്ങിയേക്കാവുന്നവർ തീരുമാനിക്കാതിരിക്കുന്നത്, അതായത് ഇന്ത്യയുടെ ഭാഗമാണല്ലോ ജമ്മു കാശ്മീർ. എന്നാൽ പിന്നെ ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് പ്രവർത്തിക്കട്ടെ. എന്തിനാണ് അവിടെ കാശ്മീർ? അവിടെ ആളെ കിട്ടാത്തതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന് അവിടെ ആളെ കിട്ടാത്തതുകൊണ്ടല്ലോ. അവർ അന്വേഷിച്ചാലും അവർ പ്രബോധനം നടത്തിയാലും അവിടെ ആളെ കിട്ടില്ലേ. പക്ഷേ അതിന് പരിശ്രമിക്കാത്തതിനൊരു കാരണമേ ഉള്ളൂ, അവരുടെ ഐഡിയോളജിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ഐഡിയോളജിയെ അവിടെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് ആരെയാണ്? CPIMൻ്റെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് യൂസുഫ് തരിഗാമിയെയാണ്. പക്ഷേ അവിടെ ഒരു ദയനീയമായി BJPയുമായുള്ള സഖ്യത്തിൽ പോലും ദയനീയമായി അവിടെ പരാജയപ്പെട്ടു. അവിടെ എന്നുള്ളത് കൂടി ഓർക്കണം. ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി അവിടെ പരാജയപ്പെട്ടു BJPയുമായി ചേർന്നിട്ടും. അതുമാത്രമല്ല, അല്ലാതെയും ചർച്ചകൾ നടത്തി RSSുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറാംഗങ്ങളൊക്കെ ഇരുന്നിട്ടാണ് ബ്രിട്ടാസിനെ മുന്ന എന്ന് വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതായത് ഇത് ചില പ്രത്യേക സാഹചര്യത്തിൽ ചർച്ചകൾ നടത്തേണ്ടി വരും ജമാഅത്തെ ഇസ്ലാമിക്ക് RSSുമായി എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കും, കൈ കഴുകും, മെഴുകും. പക്ഷേ ഇപ്പുറത്ത് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ചർച്ച നടത്താൻ പോയാൽ അത് എന്താണ്, BJPക്കും CPIMനും ഇടയിലെ പാലം, ഇവർ തമ്മിൽ സമയത്ത് തന്നെയും BJP നേതാവ് ഉണ്ടായിരുന്നു എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആരോപണങ്ങളുടെ വസ്തുതയിലേക്ക് പോകുമ്പോൾ ഈ ചർച്ചയെ കൊണ്ടുചെന്ന് കൊള്ളിക്കാൻ മുഖ്യമന്ത്രി കഴിയും. ഇനി ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, അതിൽ ഈ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ, അതായത് CPIMും സഹകരിച്ചിട്ടില്ലേ എന്നുള്ളത് നിഷേധിക്കുന്നില്ല. അത് മുഖ്യമന്ത്രി നിഷേധിക്കുകയല്ല ചെയ്തത്. ചില ഘട്ടങ്ങളിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതായത് ചില സാഹചര്യങ്ങളിൽ അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചുകൊണ്ട് ഈ വാദത്തെ മുന്നോട്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെ ഒരു കാലത്തും CPM അംഗീകരിച്ചിട്ടില്ല. അവരുടെ വോട്ട് ഇവർക്ക് കിട്ടിയ കാലത്തും അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ആ കാലത്ത് വെൽഫെയർ പാർട്ടിയില്ല, ജമാഅത്തെ ഇസ്ലാമിയേ ഉള്ളൂ. മാത്രമല്ല, എന്താ വെച്ചാൽ രാഷ്ട്രീയ രൂപമായി തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇറങ്ങാൻ അവർ തീരുമാനിക്കുന്നത് വളരെ വൈകിയാണല്ലോ.
ഈ ഇലക്ഷന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളതായിരുന്നല്ലോ സങ്കല്പം, കാരണം ഇത് മതരാഷ്ട്രം അല്ലാത്തത് കൊണ്ട്. അപ്പോൾ ആ സങ്കല്പമൊക്കെ മാറ്റിവെച്ച് ഇവർ സുന്നി സംഘടനകളും മുജാഹിദ് സംഘടനകളും ഒക്കെ ചെയ്യുന്ന പോലെ വോട്ട് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു വന്നതിന് ശേഷം അവർ ആ നിലയ്ക്കുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ എതിർത്ത് നിൽക്കുന്ന സുന്നി സംഘടനകളുടെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ഉറപ്പാക്കാനുമുള്ള CPIM-ൻ്റെ ശ്രമമാണ്. ആ ശ്രമം ഈ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ മാത്രമല്ല, അതിനപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും ഒക്കെ തന്നെ ആ ശ്രമം തുടരും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. വെൽഫെയർ പാർട്ടിയിലൂടെ UDF-ലേക്ക് എത്തുന്ന വോട്ടിൻ്റെ അനേകം ഇരട്ടി ജമാഅത്തെ ഇസ്ലാമി വിമർശനത്തിലൂടെ LDF-ലേക്ക് സമാഹരിക്കുക എന്നതാണ് CPM-ൻ്റെ രാഷ്ട്രീയ തന്ത്രം. ഇരു സമസ്തകളും മുജാഹിദ് വിഭാഗവും അടക്കം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നിരന്തരം രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂരിഭാഗം മുസ്ലിങ്ങളും അംഗീകരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ എന്ന് വിശേഷിപ്പിച്ചാണ് മുഖ്യമന്ത്രി അവർക്കെതിരായ ആരോപണങ്ങൾ എണ്ണി പറഞ്ഞത്. തെരഞ്ഞെടുത്ത വാക്കുകൾ തന്നെയാണത്. വെൽഫെയർ പാർട്ടിക്ക് മതരാഷ്ട്രവാദമില്ലെന്നും അവരുമായുള്ളത് സഖ്യമല്ല പ്രാദേശിക നീക്കുപോക്കാണെന്നും നിരന്തരം വിശദീകരിക്കാൻ കോൺഗ്രസിനെയും ലീഗിനെയും നിർബന്ധിതരാക്കുകയാണ് CPIM. അതിലൂടെ വിഷയം സജീവമാക്കി നിലനിർത്തുകയും ചർച്ചയാക്കുകയും ചെയ്യുകയും ആണ് ഉദ്ദേശ്യം. വിശാല മുസ്ലിം മതേതര വോട്ടുകൾ മുറുകെ പിടിക്കാൻ കോൺഗ്രസ് അടുത്തതായി എന്ത് ചെയ്യുമെന്നതും പ്രസക്തമാണ്. ഏതായാലും CPIM-ൻ്റെ ജമാഅത്തെ ഇസ്ലാമി വിമർശനം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഒതുങ്ങുന്നതാകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നീങ്ങുമെന്ന് ഇതോടെ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു.